ഇറാനും ഇസ്രയേലും തമ്മിൽ രണ്ടാമതും ഒരു വൻ യുദ്ധം ആരംഭിക്കാൻ അടുത്തെത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ മീഡിയ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ യുദ്ധം കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധത്തെക്കാൾ അതിഗുരുതരമായിരിക്കുമെന്നും ഇറാന് കഴിഞ്ഞ യുദ്ധത്തിൽ നേടാൻ പറ്റാത്ത പലതും നേടിയെടുക്കാൻ ഈ യുദ്ധത്തിൽ ഒരുപക്ഷെ സാധിച്ചേക്കുമെന്നാണ് ഇസ്രയേലിന്റെ പത്രം സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ യുദ്ധത്തിന് വേണ്ടി അമേരിക്കയും ഇസ്രയേലും ഒരു ഭാഗത്ത് അതിശക്തമായ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനും സമാനമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റഷ്യയുടെ MiG-29 യുദ്ധവിമാനം ഇറാനിൽ എത്തിക്കഴിഞ്ഞു. അതിന്റെ പരീക്ഷണ പറക്കൽ നടത്തുന്നതിന്റെ വീഡിയോ ഇറാൻ പുറത്തുവിട്ടിരുന്നു. എന്നാൽ അപ്പുറത്ത് അതിശക്തമായ പ്രതിരോധമാണ് അമേരിക്ക ഇസ്രയേലിന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ അറിയിക്കുന്നത് പ്രകാരം അമേരിക്ക ഏകദേശം 4 ലോഞ്ചറുകൾ കൂടെ അധികം സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. കഴിഞ്ഞ യുദ്ധത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിൽ ശക്തമായ നാശം വിധിച്ചിരുന്നു. എന്നാൽ അത്തരം നാശങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാനാണ് ഇസ്രയേലിന് ഇപ്പോൾ അമേരിക്കയുടെ കാർഡ് പ്രൊട്ടക്ഷൻ നൽകുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധസമയത്തും ഇസ്രയേലിനകത്ത് കാർഡുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടാനാണ് അമേരിക്ക നീങ്ങുന്നത്. അത് ഏകദേശം 4 ലോഞ്ചറുകളുടെ പുതിയ സ്ഥാപിച്ചു എന്നാണ് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം തന്നെയാണ്. ഈ യുറേനിയം എവിടെയാണ് ഉള്ളത് എന്ന് ഞങ്ങൾക്കറിയാമെന്നാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ നെതന്യാഹു says we know the place where Iran hides the enriched uranium. എവിടെയാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ മറച്ചു വെച്ചത് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്നാണ്. പക്ഷെ അറിയാമെങ്കിലും അത് തകർക്കാൻ കഴിയുമോ എന്നത് മറ്റൊരു വിഷയമാണ്. കാരണം ഇറാന്റെ ആണവ റിയാക്ടർ തന്നെ ഭൂമിക്കടിയിൽ വളരെ താഴെയായതുകൊണ്ട് അമേരിക്കയുടെ ഏറ്റവും സ്ട്രാറ്റജിക്കൽ യുദ്ധവിമാനം, ഏറ്റവും കൂടുതൽ ആഴത്തിൽ ആക്രമിക്കാൻ പറ്റിയ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഇതെല്ലാം ഉപയോഗിച്ച് ആക്രമിച്ചെങ്കിലും ഇറാന്റെ എൻറിച്ച്ഡ് യുറേനിയത്തിന് ഒന്നും സംഭവിച്ചില്ല. അല്ലെങ്കിൽ അവരുടെ റിയാക്ടറുകൾ തകർക്കാനോ അമേരിക്കക്കും ഇസ്രയേലിനും ഒരുമിച്ച് ശ്രമിച്ചിട്ടും സാധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ എൻറിച്ച്ഡ് യുറേനിയം എവിടെയാണ് ഉള്ളത് എന്ന് അറിയാം. പക്ഷെ അത് തകർക്കാൻ കഴിയുമോ എന്നത് ചോദ്യചിഹ്നമാണ്. എന്നാൽ അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ അത് തകർക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലാണ് ഉള്ളത്. യുദ്ധം എത്ര ശക്തമായാലും എവിടെയെല്ലാം നാശങ്ങൾ ഉണ്ടായാലും ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടാകരുത് എന്നതാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രധാന ലക്ഷ്യം. കാരണം ആ ആയുധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രയേലും അതുപോലെ തന്നെ ഇറാനും തമ്മിൽ ഏകദേശം ബലാബലമായി അല്ലെങ്കിൽ ഒന്നുകൂടെ മിലിറ്ററി പവറിൽ ഇറാന് മുന്നിൽ നിൽക്കാൻ കഴിയും. ഇന്റലിജൻസ് സംവിധാനം ഇസ്രയേലിന് മുന്നിലാണെങ്കിൽ പോലും ഈ ഇസ്രയേലിനെ തകർക്കാനുള്ള സംവിധാനങ്ങളും ആയുധങ്ങളും ഇറാന്റെ കയ്യിൽ യഥേഷ്ടമുണ്ട്. മാത്രമല്ല ഇറാന് ആ രൂപത്തിലുള്ള ഒരു ന്യൂക്ലിയർ വാർഹെഡ് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഭീഷണിയാണ് എന്ന് മാത്രമല്ല ഇസ്രയേലിന്റെ മിഡിൽ ഈസ്റ്റിലെ ആധിപത്യം എല്ലാം തകരും. അതോടുകൂടെ മിഡിൽ ഈസ്റ്റിന്റെ മുഖച്ഛായ മാറുമെന്നതിൽ സംശയമില്ല. എന്നാൽ ഇപ്പോൾ ഒരു യുദ്ധമുണ്ടായാൽ ഇറാന് വലിയ നേട്ടമുണ്ടാകുമെന്ന് ഹിബ്രു മീഡിയകൾ പറയുന്നുണ്ട്. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട്? കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധത്തെക്കാൾ വളരെ ലളിതമായി ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇപ്പോൾ ഇറാന് സാധിക്കും. കാരണം എന്തുകൊണ്ട്? ഇപ്പോൾ ഈജിപ്ത് അതിശക്തമായ രൂപത്തിൽ ഇസ്രയേലിനെതിരെ സൈനിക നീക്കം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സിസി പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലുമായിട്ടുള്ള 1979 സുരക്ഷാ കരാർ ഏത് സമയത്തും ഞങ്ങൾ തള്ളിക്കളയും, പൊളിച്ചു കളയും എന്നാണ്. ഗസയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ തുടരുകയാണെങ്കിൽ തീർച്ചയായും ഈ സമാധാന കരാർ ഉടനെ പൊളിച്ചു കളയുമെന്നാണ് ഈജിപ്ത് പറഞ്ഞിരിക്കുന്നത്. ഈജിപ്ത് ഇപ്പോൾ സ്വീഡന്റെ വളരെ പ്രധാനപ്പെട്ട ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാനങ്ങൾ വാങ്ങാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഈ വിമാനത്തിന്റെ പ്രത്യേകത ഈ ഈജിപ്തിന്റെ മുകളിൽ പറക്കുമ്പോൾ തന്നെ 100 കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ മിസൈലുകളാണെങ്കിലും യുദ്ധവിമാനങ്ങളാണെങ്കിലും പാഞ്ഞു വരുന്നത് കണ്ടെത്താൻ കഴിയും. അത് വാണിംഗ് നൽകാൻ, രാഷ്ട്രത്തിന് വാണിംഗ് നൽകാൻ കഴിയും. ഉടനെ യുദ്ധവിമാനങ്ങൾക്ക് ഉയർന്നു വരാനും അതുപോലെ തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കാനും അതോടൊപ്പം ആളുകൾക്ക് വാണിംഗ് നൽകാനെല്ലാം ഇത് മുഖേന സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്. ലോകത്ത് വളരെ കുറഞ്ഞ രാഷ്ട്രങ്ങൾക്കാണ്
ഈ സംവിധാനമുള്ളത്. എന്നാൽ ആ സംവിധാനം ഇപ്പോൾ ഈജിപ്ത് ഒരുക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രതിരോധ സംവിധാനം എന്ന നിലയിൽ HQ-9 എന്നറിയപ്പെടുന്ന ചൈനയുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ ഈ ഈജിപ്തിൽ സജ്ജമായിരിക്കുകയാണ്. അതുപോലെ തന്നെ റഷ്യയുടെ പ്രതിരോധ സംവിധാനം സജ്ജമാണ്. ഈ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇസ്രയേലിന് അകത്ത് നിന്ന് യുദ്ധവിമാനങ്ങൾ ഉയരുന്നത് തന്നെ കണ്ടെത്താൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. മാത്രമല്ല, ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ് ഈ ഈജിപ്ത് എന്ന് പറയുന്നത്. കരമാർഗം ഇസ്രയേലിലേക്ക് ആക്രമണം നടത്താൻ കഴിയും. അതോടൊപ്പം തന്നെ പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോൾ തുർക്കിയും അതുപോലെ തന്നെ ഈജിപ്തും ശക്തമായ രൂപത്തിലുള്ള സൈനിക പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുർക്കി ലോകത്ത് ഡ്രോണിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രമാണ്. തുർക്കിയുടെ ഡ്രോൺ ടെക്നോളജി എന്ന് പറയുന്നത് ലോകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഡ്രോണുകളാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ റഷ്യക്ക് ഏറ്റവും വലിയ തലവേദനയായിരുന്നത്. അതായത് തുർക്കിയുടെ ബൈക്കാർ കമ്പനി ഡെവലപ്പ് ചെയ്ത ബൈറക്ടർ TB2 അതുപോലെ തന്നെ 3 അക്കിഞ്ചി എന്നറിയപ്പെടുന്ന ലോകത്തെ പേരുകേട്ട ഈ ഡ്രോണുകൾ തുർക്കിയിൽ എത്തിയിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇസ്രയേലിലേക്ക് കരമുഖേന ആക്രമിക്കുക എന്നത് ഈജിപ്തിന് വളരെ എളുപ്പമാകും. കാരണം ടാങ്കുകളും കവചിത വാഹനങ്ങളും അടിച്ചു തകർക്കാൻ തുർക്കിയുടെ ഡ്രോണുകൾക്ക് കഴിയുമെന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു ഇറാന് അനുകൂലമായ സാഹചര്യം നിലവിൽ അറബ് രാഷ്ട്രങ്ങളെല്ലാം ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാട് എടുക്കുന്നു എന്നതാണ്. നമുക്കറിയാം, കഴിഞ്ഞ UN അസംബ്ലിയിൽ നെതന്യാഹു പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ ഒരുപാട് രാഷ്ട്രങ്ങളുടെ തലവന്മാർ ഇറങ്ങിപ്പോയി. ആ കൂട്ടത്തിൽ ഖത്തറിന്റെയും സൗദി അറേബ്യയുടെ ഒക്കെ നേതാക്കൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്, ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 150ഓളം രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു എന്നത് നമ്മൾ വാർത്തയൊക്കെ വായിച്ചതാണ്. എന്നാൽ ഇവിടെ ആശങ്കപ്പെടുത്തുന്ന കാര്യം UAE പ്രതിനിധി ഇറങ്ങിപ്പോയില്ല എന്നത് മാത്രമല്ല, ഈ ഒരു അസംബ്ലിക്ക് ശേഷം നെതന്യാഹുമായി ഒരു ചർച്ച നടത്തുകയും ചെയ്തു എന്നത് ഇസ്രയേലിനെതിരെ നീങ്ങുന്ന മറ്റു മുസ്ലിം രാഷ്ട്രങ്ങളിൽ വലിയ രൂപത്തിലുള്ള ആശങ്ക അത് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇറാന് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഈ രാഷ്ട്രങ്ങളുടെ എല്ലാം വ്യോമ മേഖല ഉപയോഗിക്കുന്നത് വലിയ തടസ്സമില്ലാത്ത ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. കാരണം ഇറാഖും സിറിയയും ഒക്കെ ഈ യുദ്ധത്തിന്റെ ഒരു ഭാഗമാവുകയാണെങ്കിൽ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തുർക്കിയുടെ അതിർത്തി രാഷ്ട്രമാണ് സിറിയ എന്ന് പറയുന്നത്. സിറിയക്ക് ഇസ്രയേലുമായി അതിർത്തിയുണ്ട്. അതുകൊണ്ട് തന്നെ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിന്റെ അതിർത്തിയിലേക്ക് സിറിയ വഴി എത്താനുള്ള സാഹചര്യമുണ്ട്. അത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുമുണ്ട്. മാത്രമല്ല, സിറിയയിൽ അമേരിക്കയുടെ താവളങ്ങളുണ്ട്. ഈ താവളങ്ങൾ തുർക്കിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നത് പ്രധാനപ്പെട്ടതാണ്. ഇവിടെയുള്ള ഇപ്പോഴത്തെ സിറിയയിലെ ഭരണാധികാരി ഉർദുഗാനുമായി അതുപോലെ ഈ തുർക്കിയുമായി വലിയ അടുപ്പം പുലർത്തുന്നു എന്നത് ഇവിടെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ലെബനാനിലെ ഹിസ്ബുള്ള നേതാവ് ഖാസിം നഈമി പറഞ്ഞിരിക്കുന്നത്, ലെബനാനിലെ ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരങ്ങളോ ശക്തിയോ തകർന്നിട്ടില്ല. ഇസ്രയേലുമായി ഒരു യുദ്ധത്തിന്, ആക്രമണത്തിന് ഞങ്ങൾ ഒരുങ്ങുന്നുവെന്നാണ്. യമൻ മറ്റൊരു ഭാഗത്ത് നമുക്കറിയാം അതിശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ അതിലേറെ പ്രധാനപ്പെട്ട കാര്യം, റഷ്യയും ചൈനയും ഇപ്പോൾ ഇസ്രയേലിനെ ആക്രമിക്കാൻ അമേരിക്കയും ഉണ്ടാകും ഈ യുദ്ധത്തിൽ എന്നറിയാം. അങ്ങനെ വരുമ്പോൾ അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രയേലിനെയും ആക്രമിക്കാൻ ഇറാന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസവും റഷ്യയുടെ കാർഗോ വിമാനം ഇറാനിൽ എത്തിയിട്ടുണ്ട് എന്ന വാർത്ത വരുന്നു. പക്ഷേ ഈ വാർത്തക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം UN-ൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ കൊണ്ടുവന്ന പ്രമേയം പാസാക്കിയിട്ടുണ്ട്. എന്നാൽ ആ ഉപരോധത്തിൽ സൈനികപരമായിട്ടുള്ള എല്ലാ സഹായവും ഇറാന് നിർത്തലാക്കണമെന്നുള്ളതാണ്. എന്നാൽ ആ ഉപരോധത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ റഷ്യയും അതുപോലെ തന്നെ ചൈനയും ആയുധം നൽകുന്നത്. കാരണം ഐക്യരാഷ്ട്രസഭയിൽ തന്നെ ഈ കാര്യം, ഈ ഉപരോധം ഞങ്ങൾ അംഗീകരിക്കുകയില്ല തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ചൈനയും റഷ്യയും ഈ അസംബ്ലിയിൽ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കത് ബാധകമല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അവർ ശക്തമായ രൂപത്തിൽ ഇറാനെ സഹായിക്കുകയാണ്. കാരണം ഈ ഒരു യുദ്ധം അടുത്ത് തന്നെ ഉണ്ടാകുമെന്ന കാര്യം ഏകദേശം ഉറപ്പുള്ള ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ഇസ്രയേലിനെ ഇല്ലാതാക്കുക എന്നത് ചൈനയുടെയും റഷ്യയുടെയും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അമേരിക്കയുടെ ഏക മിഡിൽ ഈസ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇസ്രയേൽ. ഇസ്രയേൽ രഹസ്യമായി ആണവായുധം സൂക്ഷിക്കുന്നു. ആ ആണവായുധം വെച്ച് മിഡിൽ ഈസ്റ്റിലുള്ള രാഷ്ട്രങ്ങളെയെല്ലാം
ഭീഷണിപ്പെടുത്തുകയും കാര്യം നേടിയെടുക്കുകയും ചെയ്യുക എന്നത് അമേരിക്കയും ഇസ്രയേലും ഈ ആയുധങ്ങൾ വെച്ചുകൊണ്ടാണ് നടത്തുന്നത് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് ഇത്രയും കാലമില്ലാത്ത ഒരു നീക്കത്തിലേക്ക് തുർക്കിയും അതുപോലെ തന്നെ ഈജിപ്തും കടന്നു വന്നത് എന്നാണ്. 12 ദിവസത്തെ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രയേലിനെ കുറിച്ച് തുർക്കിയും ഈജിപ്തും ഒക്കെ മനസ്സിലാക്കി വെച്ചിരുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം വ്യാജമാണ് എന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ തന്നെയാണ്, അതായത് ഇസ്രയേലിനെ ആക്രമിക്കുക എന്നത് അത്ര ഗുരുതരമായ വിഷയമൊന്നുമല്ല എന്ന് തുർക്കിയും അതുപോലെ തന്നെ റഷ്യയും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ സംഘടിതമായ രൂപത്തിൽ നീങ്ങാനാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. ആ കൂട്ടത്തിൽ ഇപ്പോൾ ലിബിയയും കടന്നു വരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന് കടൽ വഴി നീങ്ങാനുള്ള എല്ലാ വഴികളും ഇവിടെ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കണം ഉർദുഖാൻ പറഞ്ഞത് ഇസ്രയേലിനെ വളയുമെന്ന് പറഞ്ഞത്. ഒരുപക്ഷെ ഈ ഒരു ചിത്രം തന്നെയായിരിക്കും. ഇവിടെയെല്ലാം അറബ് രാഷ്ട്രങ്ങളാണ്, ഈ കടൽ മാർഗം തുർക്കിയും ഈജിപ്തും ലിബിയയും ഒക്കെയാണോ ഉള്ളത്, ഇവിടെയും പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുമെന്നതായിരിക്കും ഒരുപക്ഷെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക.